എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ ബിന്ദു സ്മോൾ ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ക്യൂബ്സായിട്ട് അരിഞ്ഞതുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, നമ്മുടെ സവാള ഉള്ളി അരിഞ്ഞതുണ്ട്. പിന്നെ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അവലാണ്, വെള്ള അവലാണ്. വെള്ള അവലിന് കട്ടിയുള്ളതും കട്ടി കുറഞ്ഞതും കൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കട്ടിയുള്ളത് എടുക്കുക. കാരണം നമ്മളിത് വാഷ് ചെയ്താണ് ഇതിനകത്തിലേക്ക് ഇടുന്നത്, അപ്പോൾ മെൽറ്റായി പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കപ്പലണ്ടി നിങ്ങളുടെ കയ്യിൽ പച്ചക്കപ്പലണ്ടി ഉണ്ടെങ്കിൽ പച്ചക്കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനായിട്ട് ഒരു പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഞാൻ ആദ്യം ഇടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങാണ്. ഓക്കെ, ഉരുളക്കിഴങ്ങിനെ ഇട്ടു. അത് വറുത്ത്, അതായത് ഒരു ചുമന്ന ബ്രൗൺ കളറാകണം. ചുവന്നല്ല, ബ്രൗൺ കളറാകണം, ഇതുപോലെ ആകണം. അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഒരു സൈഡിലേക്ക് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് കടുകിടാം. കടുകിട്ട് പൊട്ടി വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ നമ്മുടെ കപ്പലണ്ടി വറുത്തതല്ലെങ്കിൽ മാത്രം ഇടുക, കപ്പലണ്ടി ഇടുക. കപ്പലണ്ടി ഒരുമാതിരി ചുമന്ന് വരുമ്പം നിങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇടുക. ഞാൻ ആദ്യം കപ്പലണ്ടി ഇട്ടു, അത് ചുമന്ന് കഴിഞ്ഞപ്പം ഇതിട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ പോഹേനെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ശേഷം അത് ഇതിനകത്തിലേക്ക് ഇടുക. പിന്നെ നിങ്ങളുടെ മല്ലിയില ഉണ്ടെങ്കിൽ മണ്ടയ്ക്ക് മല്ലിയില ഇടുക. മല്ലിയില ഇടുന്ന നല്ല ടേസ്റ്റിയാണ്. ഞാൻ മല്ലിയില ഉണ്ടായിരുന്നു, അതിട്ടു. അങ്ങനെ എൻ്റെ പോഹ റെഡിയായി വന്നപ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കി. കട്ട്ലേറ്റ് ഞാൻ എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തില്ല. അത് ഞാൻ എന്ത് ചെയ്തതെന്നറിയാമോ? എയർ ഫ്രയറിനകത്താണ് വെച്ചത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് റെഡിയായി. സത്യം പറയട്ടെ, എല്ലാവർക്കും അറിയാവുന്ന പോലെയുള്ള ഞാൻ ബീഫ് കട്ട്ലേറ്റാണ് ഉണ്ടാക്കിയത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മൾ അതെല്ലാം കൂടെ അരിഞ്ഞ് വഴറ്റിയതിന് ശേഷം നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നമ്മൾ ബീഫും വേവിച്ചതിന് ശേഷം മിക്സിയിൽ ഒരു കറക്കി, അതായത് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തു. എന്നിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് അതിനകത്തിൽ എല്ലാം ചേർത്ത് പിന്നെ മുട്ടയ്ക്കകത്ത് മുക്കി, മുട്ടയുടെ ഇതിനകത്ത് മുക്കിയതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ മുക്കി എടുത്തു. അതാണ്. ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. പ്ലീസ് സപ്പോർട്ട് മീ.